അളിയോ അളിയാ അളിയാ അളിയനെ കുറിച്ച് ചെറ്റകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ, എന്റെ ഇമേന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജ. നമുക്കൊരു ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ. അയ്യോ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി, ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിക്കൂ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ സാറൊന്ന് കണ്ട പോയിക്കോളാം ഞാൻ. സാറേ പോടാ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് കയറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രഗാനം കേൾക്കാണല്ലേ കുമാര? ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാലാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ. ഹംസേ? നീ എപ്പോ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകോടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചു തരണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം. സാറായിരുന്നു. നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും. അയ്യോ, എനിക്കിപ്പൊ പറയാൻ വയ്യ. നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. എന്താണീ കാണിക്കുന്നേ? അമ്മാവി എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോവാ. പിന്നെന്തിനാ അവള് വെറുതെ കിടന്ന് കാണുന്നത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. കുമാരാ,
എന്താ? ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനറാണത്രേ. സ്റ്റുപ്പിഡ്. തുപ്പിടെന്ന് പറഞ്ഞ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ ഈ പണി നിർത്തി കോളേജിൽ പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജിൽ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ? ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ, വേഗം പണി തീർത്തിട്ട് വാ. ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എന്താ ഞാൻ പറഞ്ഞു? ബഹളം വെക്കല് വെറുതെ. നിന്നോടാരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ. ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ? ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്? വേണ്ട, എഴുന്നേക്കണ്ട. ഒരായുസ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു. ഇപ്പൊ നിന്നെയും. ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ. സാർ, ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛാന്നൊന്ന് വിളിക്കണം. ഒരിക്കൽ മാത്രം. നീ എന്ന് മുതലാടാ പോസ്റ്റ്മാനായത്? ആ തെണ്ടി എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളുടെ പുറകെ നടന്നുണ്ടല്ലോ, മുട്ടുകാലിയെ തല്ലി ഓടിക്കും. തല്ലൊടിക്കും മാറോ? തന്റെ പെട്ടയൻ അടിച്ചു പൊളിക്കും. തന്റെ മോളവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ അത് അവള് ചെയ്ത് സുഹൃത്താ. താൻ എന്നെ 7 ജന്മ തപസ്സിരുന്നാലും ഇതുപോലെ മരുമാനം കിട്ടില്ലടോ. നിർത്തടാ, ഞങ്ങളുടെ മാനം കളഞ്ഞിട്ട ചെറ്റയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ അതെങ്ങനെയാ ചിലപ്പോ നിനക്കും കാണൂല. തന്ത ഓക്കിരിതരം പറഞ്ഞ അടിച്ചതിന്റെ സിലിണ്ടർ ഞാൻ പറയൂടാ. ഞാൻ ഇനിയും പറയും, നീയും അതേ പിഴച്ചുണ്ടായ വർഗം തന്നെയാ. പിഴച്ചുണ്ടായത് താനോടോ പുല്ലേ? അവൻ ആരുടെ മോനാന്നറിയ തനക്ക്? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോനെ. അവനിപ്പോ അവരുടെ കൂടെ താമസം. സംശയം ഉണ്ടെങ്കിൽ താൻ അവിടെ ചെന്ന് നോക്ക്, എന്നിട്ട് അവിടെ ചെന്ന് കൂക്. താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ പൊന്നു മക്കളെ, ദൈവം നേരിട്ട് കൊണ്ടു തന്ന ഒരു ചാൻസ് ആണിത്. ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു. രഹസ്യവേഴ്ചയിൽ ഒരു ജാരസന്ധി. അതിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എടോ, രഹസ്യം പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന നാണക്കേട് കാരണം അങ്ങേര് തന്നെ ആ ചക്കര തട്ടിക്കാണും. കേരള മുഖ്യമന്ത്രി ശ്രീ എം കെ വാര്യരുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാരന്റെ തിരോധാനത്തെ ചൊല്ലിയുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ലജ്ജയില്ലല്ലോ ഇത് പറയാൻ. 1 മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ. ദൈവമേ, ചതിനാണ് നിങ്ങൾ, നീചനാണ്. ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം? വേണ്ട, ഈ മുഖം എനിക്കിനി കാണണ്ട. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി. നാറാനുള്ളത് നാറി. ആ ചെറുക്കൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? മനുഷ്യനോട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എടാ മോനെ, നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നെന്ന് അറിയാമോ? മുഖ്യന്റെ മകനാണ് കുമാരനെന്ന് നാട് മുഴുവൻ പാട്ടായി. ആ പിന്നെ നിന്നെ 3-4 ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ.
അതിനുശേഷമാവാം ഭാവി പരിപാടികൾ. ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല. കേട്ടതെല്ലാം സത്യമാവണമെന്നില്ല. അയാളുടെ കൂടെ തന്നെ നിന്നോ? ഞാൻ ആരുടെ കൂടെ ഇല്ല. പിന്നെന്താ അയാൾ രാജി ആവശ്യപ്പെടുന്നത്? മുഖ്യ രാജിവെക്കണം. രാജിവെക്കണം. അച്ഛാ, മരുന്ന് കഴിക്കേ. എല്ലാരും കൂടെ കയറി മുറിച്ച് മനസ്സിന്റെ നൊമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ. അവൻ എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. എല്ലാരും കാണുക മറയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛന് കഴിഞ്ഞില്ല. കണ്ടു കൊതി തീർന്നില്ല. അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാര്യരോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ? ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനിയും അയാൾ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാ. ഇനി അങ്ങോട്ട് നമുക്ക് കൂട്ടായിട്ട് ആരംഭിക്കാം. ആദർശവാനായ ആ ദയവഞ്ചകന്റെ ദരിദ്രം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധികാരം അത്തുപിടിച്ച ആ കൊലയാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കുക എന്നതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. MKS വാര്യർ അധികാരം ഒഴിയുക. MKS വാര്യർ അധികാരം ഒഴിയുക. നാട്ടുകാരുടെ ചീത്ത കേട്ട് മടുത്തു. അളിയനകത്ത് കയറി ഒളിച്ചിരുന്നാ മതിയല്ലോ. എപ്പറ്റി നോക്കുമ്പോൾ ഓരോരുത്തർ നോക്കുന്നത്. എന്തിനാ അളിയൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ശിക്ഷിക്കുന്നത്? ആ ചെറുക്കൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊന്നോ? അവസാനം പോലീസ് വന്ന് ശവം മാന്തി എടുത്ത് വീട്ടുകാരെ മുഴുവൻ കൊണ്ടുപോകണമായിരിക്കും, കൈവിലങ്ങും വെച്ചോണ്ട്. അമ്മാവാ, അച്ഛനെ വഴക്ക് പറയാൻ അമ്മാവിനൊരു അധികാരം തന്നത്? ഇവിടെ കഴിയാൻ ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോയിക്കോണം. മൂക്കറ്റം കുടിച്ചിട്ട് പാതിരാത്രി കയറി വന്നാൽ പോലും അമ്മാവിനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്നുവരെ കാണിച്ചിട്ടുണ്ടോ? ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് സാവധാനം പറയാന്ന് കരുതി. അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നും ഒരു കുഞ്ഞാണ്, പിച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ്. ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അമ്മാവനറിയില്ല. ഒന്നുറക്കെ കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല. എന്റെ ഏട്ടനൊന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന. അമ്മയോടും ഞങ്ങളോടും അമ്മാവനുള്ള അതേ സ്നേഹമാണ് എനിക്ക് എന്റെ ഏട്ടനോടും. ഞാൻ എന്താവശ്യപ്പെട്ടാലും അമ്മാവ് നിറവേറ്റാറില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനെ വേണം. എന്റെ ഏട്ടനെ കണ്ടുപിടിച്ച് താ അമ്മാവാ. കരയാതെ കരയാതെ മക്കളെ, കരയാതെ. നിന്റെ കുമാരേട്ടനെ ഈ അമ്മാവും കൊണ്ടുവന്നു തരാം. കരയാതെ. ശിക്കാനായി കുമാരൻ എന്ന സാധു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോർജ് ആന്റണിയുടെ മുന്നിൽ അണിനിരക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നാളെ സംസ്ഥാന ബന്ദ്. കുമാരന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിന് ഉത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ MKS വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും ബന്ദ്. ഇത്രയ്ക്കും ക്രൂരത പാടില്ല പെങ്ങളെ. എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു. പക്ഷെ നിങ്ങൾക്കിപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ. ആ പാപത്തിനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഇനിയും അളിയോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കാനാ ഭാവമെങ്കിൽ ആയിക്കോ. പക്ഷേ അത് അധികം നാളെ നീണ്ടു നിൽക്കില്ല.
മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ജോർജ് ആന്റണിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും. പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ലേ പാർട്ടിന്ന് പുറത്താക്കിയത്, എന്നിട്ടിപ്പൊ മുഖ്യമന്ത്രിയോ? നമ്മുടെ നാടിന്റെ ഓരോ ഗതികേട്. നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട്. മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഇവൻ മനഃപൂർവ്വം ഒരുക്കിയ നാടകമല്ലേ ഇത്? ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട്. ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും. അതേ കണ്ടോ, എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി. കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്ന ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത്? നീ കരുതുന്നത് പോലെ ഞാൻ അത്ര ക്രൂരനൊന്നും അല്ല കുട്ടാ. ദേ, ഞാൻ അധികാരത്തിൽ വന്നാലേ നിനക്കൊരു രക്തസാക്ഷി മണ്ഡപം പണിത് തന്നേക്കാം മോനെ. പക്ഷെ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം. വേഗം വിടാ. ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇൻകം ടാക്സ് റെയ്ഡാണോ? അല്ല, ഇൻട്രസ്റ്റിംഗ് റെയ്ഡാണ്. ഞങ്ങൾ ചെറുക്ക ഇതിനകത്തുണ്ട്. ഏത് ചെറുക്കൻ? പിടിച്ച് മാറ്റണം. കുമാരനകത്തുണ്ട്. ഇവന്മാരെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ഇടിച്ച് കയറിക്കോ. ചെല്ലേ. പൊടിഞ്ഞു വെട്ടി, തോതിലൊടക്കി, കയ്യിൽ ചുറ്റി, അതിലടിച്ചു, കാലിലൊടക്കി. കുമാര, പാപ്പച്ച. ബാറ്ററി ഡൗൺ ആയോ? ചാർജ് ചെയ്യാം. അച്ചുവേട്ടാ, രണ്ടെണ്ണം അടിച്ച് പൂന്ത് വിളയാട്. മുളക്
അളിയാ, ഇത് ഞാനാ. നമ്മുടെ കുമാരനെ കണ്ടു കിട്ടി. മതി മതി. ആ, ഇത്രയും കാലം ഈ നാടിനെ സേവിച്ചതിന് നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും തന്ന സൽപ്പേര് ധാരാളം മതി. ഇതെന്റെ ചോരയാണ്. ഒരിക്കൽ പോലും വേദനയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ മകനാണ്. നമസ്കാരം. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണു ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ മകന് വേണ്ടി പെണ്ണു ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്.